നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടും അതുപോലെ തന്നെ വീട്ടിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജിയൊക്കെ മാറ്റി വീട്ടിലൊരു പോസിറ്റീവ് എനർജി വരാൻ സഹായിക്കുന്ന കർപ്പൂരത്തെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ദിവസവും പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പച്ചകർപ്പൂരത്തിൻ്റെ ഗുണങ്ങളും ഈ വസ്തു എങ്ങനെ വീട്ടിൽ സാമ്പത്തികം കൊണ്ടുവരാം എന്നെല്ലാം, അതുപോലെ ഏതെല്ലാം ദിവസങ്ങളിൽ പച്ചകർപ്പൂരം തൊടാൻ പാടില്ല എന്നെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. പച്ചക്കർപ്പൂരത്തെക്കുറിച്ച് ഒരുപാട് പേർക്ക് അറിയാം, എന്നാലും പലർക്കും മാറിപ്പോകുന്ന ഒന്നാണ് പച്ചക്കർപ്പൂരം. നമ്മൾ ആരതിക്ക് ഒഴിയുന്ന കർപ്പൂരം ഉണ്ടോ, അതല്ല പച്ചക്കർപ്പൂരം. പച്ചക്കർപ്പൂരം രണ്ടും രണ്ടാണ്. പച്ചക്കർപ്പൂരം ചെറിയ കഷ്ണം പോലെ, അതായത് ഇങ്ങനെ പീസസ് ആയിട്ട് നമുക്ക് അങ്ങാടിക്കടയിലോ പൂജ സ്റ്റോറിലൊക്കെ കിട്ടുന്നതാണ്. നമ്മൾ ഡെയിലി ആരതിക്ക് ഒഴിയുന്ന അത് വേറെ, അതായത് പൂജ സ്റ്റോറിലൊക്കെ കിട്ടും. അതല്ല ഇത്, അത് ഒരു റൗണ്ട് ഷേപ്പിലാണ്. ഇത് ഗ്ലാസ് പോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാണ്. ആത്മീയപരമായി നോക്കിയാലും മെഡിസിനിൽ നോക്കിയാലും ഒത്തിരി ഗുണങ്ങളുള്ള ഒന്നാണ് പച്ചക്കർപ്പൂരം. വിഷ്ണു ക്ഷേത്രങ്ങളിലും വെങ്കടേശ്വര ക്ഷേത്രങ്ങളിലൊക്കെ നമ്മുടെ തീർത്ഥത്തിൽ തുളസിയിലയും പച്ചക്കർപ്പൂരവും ചേർത്ത് തീർത്ഥാണ് നമുക്ക് തരുന്നത്. പച്ചക്കർപ്പൂരത്തിന് നെഗറ്റിവിറ്റി ഇല്ലാതാക്കി പോസിറ്റിവിറ്റി ആകർഷിക്കാനുള്ളൊരു കഴിവുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അടുക്കളയിൽ സൂക്ഷിക്കുന്ന അരിപ്പാത്രത്തിലൊക്കെ ഇതൊരു ചെറിയൊരു കഷ്ണം പച്ചക്കർപ്പൂരം ഇട്ട് വെക്കുന്നതൊക്കെ നല്ലതാണ്. അതായത് നമ്മൾ ആഹാരത്തിന് അത് ദാരിദ്ര്യമൊന്നും ഇല്ലാതിരിക്കാനും ആഹാരത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതിരിക്കാനൊക്കെ സഹായിക്കും. നമുക്ക് അരിപ്പാത്രത്തിലൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അരിക്ക് ഒട്ടും കുറവുണ്ടാവില്ല എന്നൊരു വിശ്വാസമുണ്ട്. അപ്പം അത്രയേറെ സവിശേഷതകളും ഗുണങ്ങളൊക്കെ ഉള്ള ഒന്നാണ് പച്ചക്കർപ്പൂരം. പച്ചക്കർപ്പൂരം എങ്ങനെ നമ്മുടെ സാമ്പത്തികം മെച്ചപ്പെടുത്താം എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പൂജാമുറിയിൽ നമുക്കൊരു പച്ചക്കർപ്പൂരം വെക്കാൻ പറ്റും. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത്, പ്രത്യേകിച്ച് പൂജാമുറിയുടെ സൗത്ത് വെസ്റ്റ് കോർണറിൽ എവിടെയെങ്കിലും നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം പച്ചക്കർപ്പൂരം വെക്കുന്നത് നല്ലതാണ്. അങ്ങനെ നമ്മൾ പൂജാ റൂമിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അലിഞ്ഞു പോകും. അലിഞ്ഞ് തീരുമ്പോൾ മറ്റൊരു കഷ്ണം നമ്മൾ വെച്ചാൽ മതി. ഇത് പൂജാമുറിക്ക് ദൈവിക ശക്തി ഉണ്ടാകാനായിട്ട് സഹായിക്കും. അതുപോലെ നമ്മുടെ നെഗറ്റിവിറ്റി ഇല്ലാതാക്കുകയും ചെയ്യും. നമ്മൾ വീട്ടിൽ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത്, നമ്മൾ അലമാരിയിൽ പണം സ്വർണ്ണമൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടെ നമുക്ക് ഒരു ചെറിയൊരു കഷ്ണം പച്ചക്കർപ്പൂരം വെക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ പച്ചക്കർപ്പൂരം ഒരു നുള്ളു പൊടിച്ച് കുളിക്കുന്ന വെള്ളത്തിൽ ചേർത്ത് കുളിക്കുന്നത് ആരോഗ്യപരമായി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ നമുക്ക് സാധിക്കും. അത് നല്ലൊരു സംഭവമാണ്. പച്ചക്കർപ്പൂരം ഒരു തുള്ളി പൊടിച്ച് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ, അതും ശനിയാഴ്ച ദിവസങ്ങളിൽ. അതുപോലെ നമ്മൾ വേറെ റൂമിലൊക്കെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നമ്മൾ പേടിച്ച് ഞെട്ടി എഴുന്നേക്കാറുണ്ട്. അതുപോലെ സ്വപ്നം കാണാറുണ്ട്. നമ്മൾ ചിലവർക്ക് ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ പേടി സ്വപ്നങ്ങൾ കാണാറുണ്ട്. നമ്മൾ താഴേക്ക് വീഴുന്ന സ്വപ്നങ്ങളും അതുപോലെ പാമ്പിൻ്റെ സ്വപ്നം കാണാറുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള ഒരു പേടി സ്വപ്നങ്ങളൊക്കെ കാണുന്നവർ ഒരു ചെറിയ ബൗളിൽ കുറച്ച് പച്ചക്കർപ്പൂരം വെച്ചിട്ട് ഉറങ്ങിയാൽ അത് ആ റൂമിലുള്ള നെഗറ്റിവിറ്റി പെട്ടെന്ന് മാറി കിട്ടും. അപ്പോൾ നമുക്ക് പേടി സ്വപ്നങ്ങളൊന്നും കാണില്ല. അതുപോലെ നമ്മുടെ പണപ്പേഴ്സ്, നമ്മളൊക്കെ പണമൊക്കെ സൂക്ഷിക്കുന്ന നമ്മുടെ പേഴ്സിൻ്റെ ഉള്ളിൽ ചെറിയൊരു പീസ് പച്ചക്കർപ്പൂരം വെക്കുന്നതും നല്ലതാണ്. പേഴ്സിൽ എപ്പോഴും പണം ഉണ്ടാവും എന്നാണ്. അതിനെ വെറുതെ ഇടാതെ ഒരു ചെറിയ പേപ്പറിൽ പൊതിഞ്ഞോ അല്ലെങ്കിൽ പേഴ്സിൽ വെച്ചാൽ മതി. നമ്മുടെ വീട്ടിലെ നെഗറ്റിവിറ്റി മാറുന്നത് നമ്മൾ വിളക്ക് കത്തിക്കുന്ന എണ്ണയിൽ 1-2 നുള്ളു പച്ചക്കർപ്പൂരം പൊടിച്ചിട്ടാലും നല്ലതാണ്. അങ്ങനെ പൊടിച്ചിരുന്ന സമയത്തുണ്ടല്ലോ, പിന്നെ നമ്മൾ ആ വിളക്ക് കത്തിക്കുമ്പോൾ നല്ല മണവും കിട്ടും. നമ്മുടെ ആ റൂമിലും നമ്മുടെ അന്തരീക്ഷത്തിലുള്ള ആ നെഗറ്റിവിറ്റി പെട്ടെന്ന് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പച്ചക്കർപ്പൂരം വെച്ചാൽ പണം വരുമെന്ന് വിചാരിച്ച് കിലോ കണക്കിന് പച്ചക്കർപ്പൂരം മേടിച്ച് ആരും വെക്കരുത്. അങ്ങനെ വെക്കുന്നത് കൊണ്ട് ഒരു ഗുണവും ഇല്ല. നമ്മൾ കഷ്ടപ്പെട്ട്, അതായത് നമ്മൾക്കിപ്പോൾ ജോലിയൊന്നും ചെയ്യാതെ വീട്ടിലിരുന്നിട്ട് കുറച്ച് പച്ചക്കർപ്പൂരം മേടിച്ച് വെച്ചാൽ നമുക്ക് പണം വരുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുക. നമ്മൾ ആ പൈസ വേറെ രീതിയിൽ അനാവശ്യമായിട്ട് പോവാതെ നമുക്ക് ആ നല്ല രീതിയിൽ സമ്പാദ്യം വരാനും നമുക്ക് അസുഖങ്ങളൊന്നും വരാതെ നല്ല രീതിയിൽ ആരോഗ്യത്തോടെ ഇരുന്ന് നമുക്ക് ജോലി ചെയ്ത് നമ്മുടെ സമ്പത്ത് നമ്മുടെ കയ്യിലിരിക്കാനും നമുക്ക് അനാവശ്യ ചിലവുകളൊന്നും വരാതിരിക്കാനാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പച്ചക്കർപ്പൂരം മേടിച്ച് വെക്കുമ്പോൾ കുറേയൊന്നും മേടിച്ച് വെക്കരുത്. പച്ചക്കർപ്പൂരം എപ്പോഴും വളരെ ചെറിയ തോതിൽ മാത്രം ഉപയോഗിക്കുമ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കുന്നവർ, ഡെയിലി വിളക്ക് കത്തിക്കുന്നവരാണെങ്കിൽ കുറച്ച് മേടിച്ച് വെക്കുക. അത് കുറച്ച് എടുത്തിട്ട് ഓരോ വിളക്കിൽ, ഇപ്പോൾ ഒരു ചെറിയൊരു ചിരാത് അതിന് വേണ്ടിയിട്ട് മാത്രം കത്തിക്കുക. കർപ്പൂരം കത്തിക്കാനായിട്ട് ഞാൻ ഇവിടെ സ്ഥിരം കത്തിക്കാറുണ്ട്. ഒരു ചെറിയൊരു വിളക്കിൽ നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് ഒരു നുള്ളു പച്ചക്കർപ്പൂരം പൊടിച്ചിട്ടിട്ട് നല്ല വിളക്ക് കത്തിക്കുന്നതിൻ്റെ കൂടെ തന്നെ അതൊരു തിരി വൈകുന്നേരങ്ങളിൽ കത്തിക്കാറുണ്ട്. അത് നമ്മുടെ വീട്ടിൽ നല്ലൊരു ദൈവിക ശക്തി വരാനായിട്ട് സഹായിക്കും. അപ്പം അങ്ങനെ ഒരു നുള്ളു പൊടിച്ചിടാം. അതുപോലെ നിലവിളക്ക് കത്തിക്കുന്ന സമയത്താണെങ്കിലും രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ആ നിലവിളക്ക് കത്തിക്കുന്നതിൻ്റെ കൂടെ ഒരു നുള്ളു പൊടിച്ചിടുന്നതും നല്ലതാണ്. അതുപോലെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഒരു പോസിറ്റിവിറ്റി ഉണ്ടായിരിക്കാൻ, അതുപോലെ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ തന്നെ അതിന് നമുക്ക് ചെയ്യാവുന്ന
ഏറ്റവും ഒരു കാര്യമുണ്ട്. നമ്മുടെ വീട്ടിൽ ഹാള് പുറത്ത് നിന്ന് നമ്മുടെ ഗസ്റ്റൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ വരാറുണ്ടല്ലോ. അപ്പോൾ റൂമിൻ്റെ ആ ഫ്രണ്ടിൽ കൂടെ അല്ലേ വരുന്നത്. ആ ചെറിയൊരു പാത്രത്തിൽ ഒരു ഉരുളി ആയാലും മതി, അതിൽ കുറച്ച് വെള്ളവും നിറയെ റോസ് പൂക്കളൊക്കെ ഇട്ടിട്ട് അതിനകത്ത് കുറച്ച് റോസ് വാട്ടറൊക്കെ ഒഴിച്ച് ഇതൊരു പീസ് പച്ചക്കർപ്പൂരം പൊടിച്ചിട്ട് കുറച്ച് ഏലക്കായും അതിൻ്റെ മുകളിൽ കുറച്ച് പൂക്കളൊക്കെ നിറച്ച് വെക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് പുറത്ത് നിന്ന് ആരെങ്കിലും വരുമ്പോൾ നോക്കുന്നത് അതിലേക്കായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിന് ദൃഷ്ടിദോഷം ഉണ്ടാവില്ല. പച്ചക്കർപ്പൂരം ഇട്ടിരിക്കുന്നത് കൊണ്ട് വീടിൻ്റെ നെഗറ്റിവിറ്റിയും മാറും. അപ്പോൾ അതൊക്കെ വിശ്വാസമുള്ളവർ മാത്രം ചെയ്താൽ മതി. ദൃഷ്ടിദോഷത്തെക്കുറിച്ച് വിശ്വാസമുള്ളവർ മാത്രം ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എപ്പോഴും പച്ചക്കർപ്പൂരം നമ്മുടെ വീടിൻ്റെ അകത്ത് ഇതുപോലെ ഓരോ ഭാഗത്ത് വയ്ക്കുന്നതും വെള്ളത്തിൽ ചേർത്ത് കുളിക്കുന്നതും അങ്ങനെ നമ്മുടെ പൂജാ റൂമിൽ വയ്ക്കുന്നതൊക്കെ നല്ല കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പൂജാമുറിയിലോ പേഴ്സിലോ അലമാരിയിലോ ഒക്കെ വെച്ച കർപ്പൂരം അലിഞ്ഞ് കഴിയുമ്പോൾ മറ്റൊരു കഷ്ണം വെച്ചാൽ മതി. അതുപോലെ തന്നെ പച്ചക്കർപ്പൂരം മാത്രമായി വെക്കുന്നതിന് പകരം നമുക്കൊരു ചെറിയൊരു കവറിലോ അല്ലെങ്കിൽ ഒരു ചെറിയ തുണിയിലോ, തുണി എന്ന് പറയുമ്പോൾ മഞ്ഞ നിറത്തിലോ ചുവന്ന തുണിയിലോ ഒരു ചെറിയൊരു കിഴി കെട്ടിയിട്ട് ആ കിഴിയിൽ നമുക്ക് പച്ചക്കർപ്പൂരവും അതുപോലെ 1-2 ഏലക്ക, ഒരു ഗ്രാമ്പു, കുറച്ച് പെരിഞ്ചീരം ഇതെല്ലാം കൂടെ ഒന്നിച്ച് ഈ ഒരു കിഴി പോലെ ഇങ്ങനെ കെട്ടിയിട്ട് നമുക്കത് നമ്മുടെ പേഴ്സിലല്ല നമ്മുടെ അലമാരിയിലോ അങ്ങനെയുള്ള ഭാഗത്തൊക്കെ വെക്കാം. പേഴ്സിലാവുമ്പോൾ ചെറിയൊരു കഷ്ണം നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ടിഷ്യൂവിൽ പൊതിഞ്ഞിട്ട് പേഴ്സിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി. നമ്മൾ വെച്ചേക്കുന്ന പൂജാ റൂമിലാണെങ്കിൽ അതുപോലെ തന്നെ അലമാരിയിൽ പണമൊക്കെ സൂക്ഷിച്ച് വെക്കുന്നിടത്തൊക്കെ നമുക്ക് ഇതുപോലെ വെക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ കെട്ടി വെക്കുന്ന സമയത്ത് നമുക്ക് ഇതെല്ലാ മാസവും എടുത്ത് മാറ്റണം. കാരണം ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നമ്മുടെ ആ ഒരു പച്ചക്കർപ്പൂരം അങ്ങനെ അലിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുന്ന ബാക്കി സാധനങ്ങളെല്ലാം അതിൻ്റെ ഗുണങ്ങളെല്ലാം കംപ്ലീറ്റ് പോകും. അതുകൊണ്ട് നമ്മുടെ കിഴി ആ തുണി തന്നെ യൂസ് ചെയ്യാം. ഒരു മാസം കഴിഞ്ഞ് പിന്നെ നമ്മളിത് റിപ്പീറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ പുതിയതായിട്ട് ഏലക്കയും അതുപോലെ തന്നെ പച്ചക്കർപ്പൂരവും ഒന്നും കൂടി കിഴിയെട്ടി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ കിഴി വെട്ടി വെച്ചിരിക്കുന്ന പച്ചക്കർപ്പൂരം അലിഞ്ഞു പോയി ബാക്കി വരുന്ന പെരിഞ്ചീരം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ സാമ്പ്രാണി ഒക്കെ പുകയ്ക്കാവുന്നതാണ്. നമ്മൾ പുകയ്ക്കത്തില്ലേ, അപ്പോൾ അത് നമുക്ക് അതുപോലെ സാമ്പ്രാണി പുകയ്ക്കാനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ചവിട്ടുന്ന ഭാഗത്തോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലത്തൊന്നും വലിച്ചെറിയാനൊന്നും പാടില്ല. അത് ഗുണത്തിലേറെ ദോഷം ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ ചെടിയുടെ ചോട്ടിൽ നമ്മൾ ചവിട്ടാത്തടത്തോ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയുക, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പുകയ്ക്കുന്ന സമയത്ത് പുകച്ച് നമുക്ക് കളയാവുന്നതാണ്. പിന്നെ സെയിം തുണിയിൽ തന്നെ നമുക്ക് പച്ചക്കർപ്പൂരവും ഈ സുഗന്ധദ്രവ്യങ്ങളെല്ലാം ആയിട്ട് നമുക്ക് പൊതിഞ്ഞെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ വീണ്ടും നമുക്ക് കെട്ടിവെക്കാവുന്നതാണ്. അതുപോലെ നമുക്ക് ദൃഷ്ടിദോഷം വരാതിരിക്കാൻ നമുക്ക് വേറെ ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമുണ്ട്. ഉരുളിയിൽ പൂക്കളൊക്കെ വെക്കാൻ പറ്റാത്തവർ, നമുക്ക് പൂക്കളൊന്നും വെക്കാൻ പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ഗ്ലാസ് പാത്രം ഏതെങ്കിലും ഒരു ബൗളോ അങ്ങനെ എന്തെങ്കിലും എടുത്തതിന് ശേഷം കുറച്ച് പനിനീരും ഒരു നുള്ളു പച്ചക്കർപ്പൂരവും ഇട്ടിട്ട് കൂടെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, അത് നമ്മൾ പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി, നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന മഞ്ഞൾപ്പൊടിയല്ല, നല്ല പൂജയ്ക്ക് ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി തന്നെ വേണം. ഇത് നമ്മുടെ പൂജാമുറിയിലോ ഹാളിലോ എവിടെയെങ്കിലും ഒക്കെ നമുക്കിത് വെക്കാവുന്നതാണ്. ആ വെള്ളത്തിലിടുമ്പോൾ പച്ചക്കർപ്പൂരം പൊടിച്ചല്ല ഇടേണ്ടത്, കഷ്ണമായിട്ട് തന്നെ ഇടണം കേട്ടോ. അത് അലിഞ്ഞ് കഴിയുമ്പോൾ വേറെ നമുക്ക് വെക്കാവുന്നതാണ്. അതുപോലെ നിലവിളക്ക് കത്തിക്കുന്ന സമയത്ത് നമുക്ക് നിലവിളക്കിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിക്കുന്ന ആ സമയത്തുണ്ടല്ലോ ഒരു നുള്ളു പൊടിച്ച് ചേർക്കുന്നത് നല്ലതാണ്. അത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സന്ധ്യാവിളക്ക് കത്തിക്കുന്നതും ത്രിസന്ധ്യ സമയത്ത് കത്തിക്കുന്നതും അതിരാവിലെ കത്തിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിൽ നമുക്ക് നെയ്വിളക്കാണെങ്കിൽ നെയ്വിളക്കിൽ ഒഴിക്കാം, അല്ലെങ്കിൽ നല്ലെണ്ണയാണെങ്കിൽ നല്ലെണ്ണയിലും ജസ്റ്റ് കുറച്ച് പൊടിച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ ഒരു ചിരാത വിളക്ക് നല്ലെണ്ണ ഒഴിച്ചിട്ട് എല്ലാ ദിവസവും കർപ്പൂരം ഇട്ടിട്ട് തിരി കൊളുത്തുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ നല്ലെണ്ണ ഒഴിച്ചിട്ട് എല്ലാ ദിവസവും ഓരോ നുള്ളു പൊടിച്ചിട്ടിട്ട് നമുക്ക് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ വീട്ടിലെ ദൃഷ്ടിദോഷങ്ങൾ മാറാനും നമ്മുടെ വീട്ടിൽ കടബാധകൾ മാറാനും നമ്മുടെ വീട്ടിൽ സാമ്പത്തികം വന്നു ചേരാനൊക്കെയാണ്. നമ്മുടെ പൂജാ റൂമൊക്കെ നമ്മൾ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പൂജാ റൂമൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മൾ തുടയ്ക്കുന്ന സമയത്താണെങ്കിലും കുറച്ച് പച്ചക്കർപ്പൂരം പൊടിച്ചിട്ടിട്ട് അതിട്ട് ആ വെള്ളം വെച്ച് തുടയ്ക്കുകയാണെങ്കിലും നല്ലതാണ്. അതുപോലെ വിഗ്രഹങ്ങളൊക്കെ തുടയ്ക്കത്തില്ലേ, ഫോട്ടോയും വിഗ്രഹങ്ങളൊക്കെ തുടയ്ക്കുന്ന സമയത്ത് കുറച്ച് പച്ചക്കർപ്പൂരം പൊടിച്ചിട്ടിട്ട് അതിനകത്ത് കുറച്ച് പനിനീരും കൂടി ചേർത്തിട്ട് അത് തുടയ്ക്കുന്നത് നമ്മളെ പൂജാ റൂമിൽ നല്ലൊരു മണവും കിട്ടും, നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ നമുക്ക് പൂജാ റൂമിൽ കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാത്തവരൊന്ന് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇത്രയും പറഞ്ഞത് പച്ചക്കർപ്പൂരം കൊണ്ട് എന്തെല്ലാം ചെയ്യാം എന്നാണ്. എന്നാൽ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. പച്ചക്കർപ്പൂരം കൊണ്ട് 1-2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പച്ചക്കർപ്പൂരം വെച്ചിട്ട് ഒരിക്കലും ആരതി ഇടാൻ പാടില്ല, ആരതി എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. പച്ചക്കർപ്പൂരം നമ്മുടെ വീട്ടിൽ വെക്കുന്നത് വഴി നമ്മുടെ വീട്ടിൽ ലക്ഷ്മിവാസം ഉണ്ടാവും എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും പച്ചക്കർപ്പൂരം ചില സമയങ്ങളിൽ തൊട്ടാൽ പാപം ഉണ്ടാകുമെന്ന് പറയാറുണ്ട്. അശുദ്ധമായിരിക്കുന്ന സമയം ഒരു കാരണവശാലും നമ്മളത് തൊടാൻ പാടില്ല. അതുപോലെ പീരീഡ് സമയത്താണെങ്കിലും ഏത് രീതിയിൽ അശുദ്ധിയായിരിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ മീൻ അങ്ങനെയുള്ളതൊക്കെ കഴിച്ച് ഒന്നും പച്ചക്കർപ്പൂരം തൊടാനൊന്നും പാടില്ല. അതുപോലെ പുല വാലായ്മയൊക്കെ ഉള്ള സമയത്ത്
സമയത്താണെങ്കിലും നമ്മൾ കുളിക്കാതെയും ഒരു കാരണവശാലും ഈ പച്ചക്കർപ്പൂരം തൊടാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കടയിൽ നിന്നൊക്കെ ശ്രദ്ധിച്ച് വാങ്ങിക്കണം. കാരണം നമ്മൾ അശുദ്ധിയായിട്ടിരിക്കുന്ന സമയത്ത് പീരിയഡ്സ് ടൈമിലൊക്കെ ഒരിക്കലും അത് വാങ്ങിക്കരുത്. പ്രത്യേകിച്ച് നോൺ വെജ് കഴിച്ചിട്ടൊന്നും നമ്മളത് മേടിക്കാനൊന്നും പാടില്ല. അത്രമാത്രം ശുദ്ധമായിട്ട് വേണം നമ്മൾ പച്ചക്കർപ്പൂരം കൈകാര്യം ചെയ്യാനായിട്ട്. പച്ചക്കർപ്പൂരം വളരെയധികം ശുദ്ധമായി ഉപയോഗിച്ചാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഗുണങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും വൃത്തിയായിട്ട് ശുദ്ധമായിട്ടൊക്കെ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുക. വിളക്ക് കത്തിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുക. ലക്ഷ്മിവാസം വീട്ടിൽ വരാനായിട്ട് ഏറ്റവും നല്ലതാണ് പച്ചക്കർപ്പൂരം. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ മാറാനും നമ്മുടെ വീട്ടിൽ സാമ്പത്തികം വരാനൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും നന്ദി, നമസ്കാരം.